ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. വേനൽക്കാലത്ത് നമ്മുടെ ശരീരം നേരിടുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ ഈ സസ്യം. കേരളത്തിൽ എല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണിത്. ചെറുവിള എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് മറ്റൊരു പേര് ബലിപ്പൂവ് എന്നാണ് കേട്ടോ. ദശപുഷ്പങ്ങളിൽ ഒന്നാണിത്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും ഒക്കെ ഫലപ്രദമാണിത്. രക്തസ്രാവം, കൃമിശല്യം, മൂത്രത്തിക്കല്ല്, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രം ചുടിയിൽ എന്നിങ്ങനെ മൂത്രാശയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിൻ്റെ ഇലയിട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി കേട്ടോ. ഏകദേശം തുളസി ഇലയോടൊക്കെ സാമ്യതയുള്ള ഒരു മുഴുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്. മൂത്രാശയത്തിലെയും വൃക്കയിലെയും കല്ലുകൾക്കുള്ള ഏറ്റവും അറിയപ്പെടുന്ന പ്രതിവിധികളിൽ ഒന്നാണ് കേട്ടോ ഇത്. കല്ല് അലിയിക്കുന്നതിനും മൂത്രാശയപാത വൃത്തിയാക്കുന്നതിനും ആയുർവേദ വിദഗ്ധർ ഈ ചെടിയുടെ കഷായം കുറച്ച് ദിവസത്തേന് കഴിക്കാനാണ് പറയുന്നത്. ഗർഭിണികൾക്കൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കഷായം ഒരു ടോണിക്കായിട്ട് കൊടുക്കാറുണ്ടെന്നാണ് കേട്ടോ. തുളസിയില പോലെ തന്നെ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കേണ്ട കുറച്ച് ഔഷധ സസ്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്. മൂത്രത്തിൽ പഴുപ്പ്, മൂത്രം ചുടിയിലും ഒക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഇല തിളപ്പിച്ച് ഒരു 3-4 നേരം വെച്ച് ഒരു ദിവസം കുടിക്കുകയാണെങ്കിൽ, അങ്ങനെ 5-6 ദിവസം കുടിച്ചാലും തീർച്ചയായിട്ടും അതിന് മാറ്റം ഉണ്ടാവുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇതിൻ്റെ ഇല പറിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇനി ഈ ചെടി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. അത്രയും ഗുണമുള്ള ഒരു സസ്യമാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിൻ്റെ വിത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സാധാ ചീര ഉണ്ടല്ലോ, പച്ചച്ചീരയും ചുമലച്ചീരയൊക്കെ ഇല്ലേ, അതിൻ്റെ പൂവിനകത്ത് നമ്മൾ കൈ കൊണ്ടൊന്ന് ഞെരടിയാൽ അതിൻ്റെ വിത്ത് നമ്മുടെ കൈ വരില്ലേ, അതുപോലെ ഇതിൻ്റെ ഈ പൂവിലും വിത്തുണ്ട് കേട്ടോ. അതിങ്ങനെ ഞെരടിയാൽ നമ്മുടെ കയ്യിലോട്ട് അതിൻ്റെ വിത്ത് പൊഴിഞ്ഞു വരും. അപ്പോൾ ഇത് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഇഷ്ടംപോലെ ചെറുവിള തൈകൾ ഉണ്ടായി വരും കേട്ടോ ഇതിൻ്റെ ചുറ്റിനും.